നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്റ്റിമേഷൻ ഓഫ് സബ്സ്റ്റേഷനാണ്. ഈ മൊഡ്യൂളിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് ഓവർഹെഡ് ലൈൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കുറച്ച് എസ്റ്റിമേഷൻ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് വേരിയസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അപ്പാരറ്റസിൻ്റെ ഒരു അസംബ്ലിയാണ്. എന്തിനാണ് അങ്ങനെ വേരിയസ് ഇലക്ട്രിക്കൽ അപ്പാരറ്റസ് അസംബ്ലി ചെയ്യുന്നത്? ശരിക്കും നമ്മൾ താഴെ കുറച്ച് ഓപ്പറേഷൻസ് പറയുന്നുണ്ട്. ഈ ഓപ്പറേഷൻസിൽ ഏതെങ്കിലും ഒന്നോ അതിലൊന്നിലധികമോ ഓപ്പറേഷൻസോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയസ് ഇലക്ട്രിക്കൽ അപ്പാരറ്റസിൻ്റെ ഒരു അസംബ്ലിനെ നമ്മൾ പറയുന്ന പേരാണ് എ സബ്സ്റ്റേഷൻ എന്ന് പറയും. അപ്പോൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഒരു സബ്സ്റ്റേഷൻ ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ നമ്മളൊരു 5 ഓപ്പറേഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചിലപ്പോൾ ഒരു സബ്സ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവുള്ളൂ, ചിലപ്പോൾ 5 ഓപ്പറേഷൻസും ഒരു സബ്സ്റ്റേഷൻ അത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡെഫിനിഷൻ പ്രകാരത്തിലുള്ളൂ, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്നിലധികം ചെയ്താലും അത് സബ്സ്റ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ടു ട്രാൻസ്ഫോം ഹൈ ടു ലോ വോൾട്ടേജ് ഓർ വൈസ് വേഴ്സ. അല്ലെങ്കിൽ ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കി മാറ്റുക. ഇതിന് പറയുന്ന പേരാണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ സബ്സ്റ്റേഷനകത്ത് നടക്കുന്ന ഒന്നാമത്തെ ഓപ്പറേഷനാണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ. നമുക്കറിയുണ്ടാവും, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി 11 kVയിലാണ്. അപ്പോൾ ആ 11 kVയിൽ നിന്ന് നമ്മൾ അതിന് 220 kV ആക്കി മാറ്റിയിട്ടാണ് നമ്മളതിന് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൂട്ടുന്നുണ്ട്. കുറഞ്ഞ വോൾട്ടേജിന് കൂടുതൽ വോൾട്ടാക്കി മാറ്റി പിന്നീടുള്ള പല സബ്സ്റ്റേഷനും അതിൻ്റെ വോൾട്ടേജ് കുറച്ച് വീണ്ടും 11 kV ആക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും മറ്റു കാര്യങ്ങളും ചെയ്യും. അപ്പോൾ വോൾട്ടേജ് കൂട്ടുക എന്നുള്ളതും അതേപോലെ കുറക്കുക എന്നുള്ളതും ഒരു സബ്സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പറേഷനാണ്. ഒന്നാമത്തെ ഓപ്പറേഷനാണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ. രണ്ടാമത്തെ ടു സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ദ പവർ ലൈൻസ്. നമുക്ക് ചില സമയങ്ങളിലൊക്കെ പവർ ലൈൻസ് ഓൺ ആക്കേണ്ടി വരും, അതേപോലെ ഓഫ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരു സബ്സ്റ്റേഷനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ രണ്ടാമത്തെ ഓപ്പറേഷനാണ് ടു സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ദ പവർ ലൈൻസ്, സ്വിച്ചിങ് ഓപ്പറേഷൻ. മൂന്നാമത്തെ ടു കൺവേർട്ട് AC ടു DC ഓർ വൈസ് വേഴ്സ, പവർ കൺവേർഷൻ. അതായത് ഒന്നുകിൽ ACനെ DC ആക്കി മാറ്റുക, അല്ലെങ്കിൽ DCനെ AC ആക്കി മാറ്റുക. ഇത് ഒരു സബ്സ്റ്റേഷനകത്ത് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് പവർ കൺവേർഷൻ. നാലാമത്തെ ടു കൺവേർട്ട് ഫ്രീക്വൻസി ഫ്രം വൺ വാല്യൂ ടു അതർ, ഫ്രീക്വൻസി കൺവേർട്ടർ അല്ലെങ്കിൽ ചേഞ്ചർ. ഒരു ഫ്രീക്വൻസി വാല്യൂന്ന് മറ്റൊരു ഫ്രീക്വൻസി വാല്യൂലോട്ട് എന്ത് ചെയ്യുക, നമുക്ക് മാറ്റാം. നമുക്ക് സ്പെഷ്യൽ ആപ്ലിക്കേഷനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, സാധാരണ ഈ ഫ്രീക്വൻസിനെ ചേഞ്ച് ചെയ്യാറുള്ളത്. അഞ്ചാമതാണ് ടു ഇംപ്രൂവ് ദ പവർ ഫാക്ടർ കറക്ഷൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള 5 ഓപ്പറേഷൻ നമ്മൾ ഈ സബ്സ്റ്റേഷനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ചിലപ്പോൾ 5 ഓപ്പറേഷനും ചിലപ്പോൾ ഒരു സബ്സ്റ്റേഷനകത്ത് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിലോ ഏതെങ്കിലും ഒന്ന് മാത്രമേ സബ്സ്റ്റേഷനകത്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ. എന്തായാലും ഈ ഓപ്പറേഷൻസ് ഏതെങ്കിലും ഒന്നോ അതിലൊന്നിലധികമോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയസ് ഇലക്ട്രിക്കൽ അപ്പാരറ്റസിൻ്റെ അസംബ്ലിനെ നമ്മൾ പറഞ്ഞ പേരാണ് സബ്സ്റ്റേഷൻ. ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഇലക്ട്രിസിറ്റിൻ്റെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ 11 kVയിലാണ്. അത് കൺസ്യൂമറെ ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളിലേക്കാണ് ചിലപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി നമ്മൾ ആ ജനറേറ്റ് ചെയ്ത് 11 kVയിൽ തന്നെ നമ്മളത് ട്രാൻസ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ട്രാൻസ്മിഷൻ ലോസ് ഉണ്ടാകാനുള്ള കാരണമുണ്ട്. കാരണം വോൾട്ടേജ് കുറയുന്ന സമയത്ത് അവിടെ അതിന് പ്രൊപ്പോർഷനായിട്ട് കറണ്ട് കൂടുതലായിരിക്കും. അങ്ങനെ കറണ്ട് കൂടുന്ന സമയത്ത് അവിടെ നമുക്കൊരു ആ കറണ്ടിൻ്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷനാണ് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഹീറ്റ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ട്രാൻസ്മിഷൻ ലോസ് നമുക്ക് എന്ത് ചെയ്യും, വരും. അപ്പോൾ അങ്ങനെ ട്രാൻസ്മിഷൻ ലോസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ആദ്യം എന്ത് ചെയ്യും, വോൾട്ടേജ് 11 kVനെ 220 kV ആക്കിയിട്ട് ട്രാൻസ്മിഷൻ ചെയ്യും. അപ്പോൾ ആ 220 kV ആക്കി മാറ്റുന്ന സമയത്ത് വോൾട്ടേജ് കൂട്ടും, പ്രൊപ്പോർഷനായിട്ട് എന്ത് ചെയ്യും, കറണ്ട് കുറയുമ്പോൾ അവിടെ പ്രൊപ്പോർഷനായിട്ട് ആരും കുറയും, ട്രാൻസ്മിഷൻ ലോസ് കുറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷനായിട്ട് പറയുന്നത്. ജനറേറ്റഡ് വോൾട്ടേജ് 11 kVയിലായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ 220 kVയിലോ 132 kVയിലൊക്കെ ആക്കി, അല്ലെങ്കിൽ 400 kVയിലൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്മിഷൻ ചെയ്യും ലോഡ് സെൻറ്ററിൽ നിന്ന്. പിന്നെ അത് എന്ത് ചെയ്യും, ലോഡിലെത്തുന്ന സമയം നമുക്ക് ലോഡ് സെൻറ്റർ എത്തുന്ന സമയത്ത് എവിടെയാണ് നമുക്ക് ലോഡ് വേണ്ടത് ആ സ്ഥലത്ത് നിന്ന് വീണ്ടും ഈ വോൾട്ടേജിനെ 11 kVയും അതേപോലെ 440 വാട്ട് 230 വോൾട്ട് ഒക്കെ ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും, കൺസ്യൂമറിനോട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ വാരിയസ് സബ്സ്റ്റേഷനിലാണ് ഈ ഓപ്പറേഷൻസൊക്കെ നമ്മൾ നടക്കുന്നത്. നെക്സ്റ്റാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റേഷൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഡ്യൂട്ടീസ് ക്ലാസിഫൈഡ് ഇൻ ടു 3. നേച്ചർ ഓഫ് ഡ്യൂട്ടീസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാണ് സ്റ്റെപ്പ് അപ്പ് ഓർ പ്രൈമറി സബ്സ്റ്റേഷൻ, രണ്ടാണ് പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ, മൂന്നാമത്താണ് സ്റ്റെപ്പ് ഡൗൺ ഓർ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ. അപ്പോൾ ആദ്യം നോക്കാം, സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ പ്രൈമറി സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റേഷനുകളെ പറയുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ പ്രൈമറി സബ്സ്റ്റേഷൻ. ഈ സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ പ്രൈമറി സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും
ജനറേറ്റിംഗ് സ്റ്റേഷൻ്റെ അടുത്തായിരിക്കും എന്നുണ്ടാവുക ഈ സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ പ്രൈമറി സബ്സ്റ്റേഷൻ ഉണ്ടാവുക. ആ സ്ഥലത്ത് മാത്രമേ നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നുള്ളൂ, പിന്നെയുള്ള സ്ഥലങ്ങളിലൊക്കെ വോൾട്ടേജ് കുറക്കുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ പ്രൈമറി സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ചെയ്ത വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റേഷനുകളെ പറയുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ പ്രൈമറി സബ്സ്റ്റേഷൻ. അതിൽ സച്ച് സബ്സ്റ്റേഷൻ ആർ യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ജനറേറ്റീവ് സ്റ്റേഷൻ ഫോർ സ്റ്റെപ്പിംഗ് അപ്പ് ഓഫ് ജനറേറ്റഡ് വോൾട്ടേജ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ലോഡ് സെൻറ്റർ ഇക്കണോമിക്കലി. ഇത്തരത്തിലുള്ള സബ്സ്റ്റേഷന് മിക്ക സ്ഥലങ്ങളിലും എവിടെ ആയിരിക്കും ജനറേറ്റിംഗ് സ്റ്റേഷന് ആയിട്ട് നിയറസ്റ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാണ് ജനറേറ്റഡ് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ട്രാൻസ്മിറ്റ് ടു ലോഡ് സെൻറ്റർ എക്കണോമിക്കലി, ലോഡ് സെൻറ്ററിലോട്ട് എന്ത് ചെയ്യും എക്കണോമിക്കലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ അവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ നോക്കുക സ്റ്റെപ്പ് ഡൗൺ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ. സ്റ്റെപ്പ് ഡൗൺ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റേഷനുകൾ പറയുന്ന പേരാണ് സ്റ്റെപ്പ് ഡൗൺ ഓർ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ എന്ന് പറയും. അപ്പോൾ അത് ലോഡ് സെൻറ്റർ എവിടെയാണോ അവിടെയാണെന്നുണ്ടാവുക പിന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ ഉണ്ടാവുക. ഈ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ നേരിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക കൺസോട്ട് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ സബ്സ്റ്റേഷൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന സബ്സ്റ്റേഷനാണ്. ആ സബ്സ്റ്റേഷൻ നമ്മൾ എന്ത് ചെയ്യും പിന്നെ നേരെ കൺസ്യൂമറിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അപ്പോൾ സച്ച് സബ്സ്റ്റേഷൻ ആർ ലൊക്കേറ്റഡ് അറ്റ് ലോഡ് സെൻറ്റർ വേർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ടു സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജിലേക്ക് 415 ആർ 240 വോൾട്ട്. അപ്പോൾ ഇതാണ് ശരിക്ക് പിന്നെ സ്റ്റെപ്പ് ഡൗൺ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന് രണ്ടിന് ഇടയിലായിട്ട് ഒരുപാട് സബ്സ്റ്റേഷൻസ് ഉണ്ടാവും വോൾട്ടേജ് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഈ 220 kVനെ 110 kV ആക്കി മാറ്റിയിട്ടുണ്ടാവും, പിന്നെ അതിനെ 66 kV ആക്കിയിട്ടുണ്ടാവും, 33 ആക്കിയിട്ടുണ്ടാവും, 11 kV ആക്കി മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നത് ഈ വോൾട്ടേജിന് മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സബ്സ്റ്റേഷനോട് പറഞ്ഞ പേരാണ് പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് സബ്സ്റ്റേഷൻ്റെയും അതായത് പ്രൈമറി സബ്സ്റ്റേഷൻ്റെ ഇടയിലും സ്റ്റെപ്പ് ഡൗൺ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ്റെ ഇടയിലുള്ള സബ്സ്റ്റേഷനുകൾ പറയുന്ന പേരാണ് ശരിക്കും പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻ ദിസ് പ്രൈമറി ട്രാൻസ്മിഷൻ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ടു ഡിഫറൻറ്റ് സ്യൂട്ടബിൾ സെക്കൻഡറി വോൾട്ടേജ് ആൻഡ് ഇസ് ഫർദർ ട്രാൻസ്മിറ്റഡ് ടു ഫർദർ സ്റ്റെപ്പ് ഡൗൺ ടു സെക്കൻഡറി സബ്സ്റ്റേഷൻ. അപ്പോൾ എന്ത് ചെയ്യും അവിടുന്ന് ഈ വരുന്ന ജനറേറ്റഡ് വോൾട്ടേജിൽ നിന്ന് അതായത് പ്രൈമറി സബ്സ്റ്റേഷനിൽ നിന്ന് വരുന്ന വോൾട്ടേജിനെ പല സ്ഥലങ്ങളിലായിട്ട് എന്ത് ചെയ്യും ഇത് വോൾട്ടേജ് കുറച്ചുകൊണ്ടിരിക്കും, പല തരത്തിലുള്ള സെക്കൻഡറി വോൾട്ടേജ് ആക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്യും ട്രാൻസ്മിഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സബ്സ്റ്റേഷനെ പറയുന്ന പേരാണ് പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഡ്യൂട്ടീസ് നമ്മൾ സബ്സ്റ്റേഷനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. സ്റ്റെപ്പ് അപ്പ് ഓർ പ്രൈമറി സബ്സ്റ്റേഷൻ, പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ, സ്റ്റെപ്പ് ഡൗൺ ഓർ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ. ഇനി രണ്ടാമതാണ് ബേസ്ഡ് ഓൺ ദ സർവീസ് റിക്വയർഡ് അനുസരിച്ച് നമ്മൾ ഇതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്നാമതാണ് ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടാനോ കുറക്കാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റേഷനുകളെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ എന്ന് പറയും. ട്രാൻസ്ഫോമർ ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ സച്ച് സബ്സ്റ്റേഷൻ ടു ട്രാൻസ്ഫോം പവർ ഫ്രം വൺ വോൾട്ടേജ് ടു അനദർ ലെവൽ. ഒരു വോൾട്ടേജ് ലെവലിൽ നിന്ന് മറ്റൊരു വോൾട്ടേജ് ലെവലിലോട്ട് കൂട്ടാനോ കുറക്കാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റേഷനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞു. രണ്ടാമതാണ് സ്വിച്ചിങ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്വിച്ചിങ് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റേഷനുകൾ പറയുന്ന പേരാണ് സ്വിച്ചിങ് സബ്സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക സ്വിച്ചിങ് സബ്സ്റ്റേഷനകത്ത് നമ്മൾ വോൾട്ടേജ് കൂട്ടോ കുറക്കൊന്നും ചെയ്യില്ല, പകരം എന്ത് ചെയ്യും അവിടെ സ്വിച്ചിങ് എന്നുള്ള പർപ്പസ് മാത്രം നടക്കും. സോ സ്വിച്ചിങ് ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ഇൻ ദ പവർ ലൈൻ വിത്തൗട്ട് ട്രാൻസ്ഫോമിങ് ദ വോൾട്ടേജ് കൂട്ടേ കുറക്കേ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും സ്വിച്ചിങ് ഓപ്പറേഷൻ ചെയ്യുന്ന സബ്സ്റ്റേഷനിൽ പറയുന്ന പേരാണ് സ്വിച്ചിങ് സബ്സ്റ്റേഷൻ. മൂന്നാമതാണ് കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എസിനെ DC ആക്കി മാറ്റുന്ന സബ്സ്റ്റേഷൻ, അല്ലെങ്കിൽ ഫ്രീക്വൻസിനെ ഒരു വാല്യൂ നിന്ന് മറ്റൊരു വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സബ്സ്റ്റേഷനുകളെ പറയുന്ന പേരാണ് കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഒന്നെങ്കിൽ എസിനെ DC ആക്കി മാറ്റും, അല്ലെങ്കിൽ DCനെ AC ആക്കി മാറ്റും, അല്ലെങ്കിൽ ഫ്രീക്വൻസിനെ ഹൈന്ന് ലോക്ക് മാറ്റും, അല്ലെങ്കിൽ ലോന്ന് ഹൈയിലോട്ട് മാറ്റും. ഇത്തരത്തിലുള്ള സബ്സ്റ്റേഷനെ പറയുന്ന പേരാണ് കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻ. സോ ഓൺ ദ ബേസ്ഡ് ഓൺ സർവീസ് റിക്വയർഡ് പിന്നെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ, സ്വിച്ചിങ് സബ്സ്റ്റേഷൻ, അതേപോലെ കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻ. മൂന്നാമത്തെ ഓൺ ദ ബേസിസ് ഓഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് അനുസരിച്ച് നമ്മൾ വീണ്ടും സബ്സ്റ്റേഷനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ, 2 എക്സ്ട്രാ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ, 3 അൾട്രാ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ. ഇതിൽ ഒന്നാമത്തെ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഈ സബ്സ്റ്റേഷൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 11 kVൻ്റെയും അതേപോലെ 132 kVൻ്റെയും ഇടയിലാണെങ്കിൽ അത്തരത്തിലുള്ള സബ്സ്റ്റേഷനെ പറയുന്ന പേരാണ് ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ, HV സബ്സ്റ്റേഷൻ എന്ന് പറയും. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ സബ്സ്റ്റേഷൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 132 kVക്കും 400 kVക്കും ഇടയിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സ്ട്രാ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞു. അൾട്രാ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ ആണെങ്കിൽ എബോവ് 400 kVൻ്റെ മുകളിലുള്ള സബ്സ്റ്റേഷനെ പറയുന്ന പേരാണ് അൾട്രാ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ. സോ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 11 kVൻ്റെയും 132 kVൻ്റെയും ഇടയിൽ വരികയാണെങ്കിൽ അത് ഹൈ വോൾട്ടേജ്
പിന്നെ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 132 kVനും 400 kVനും ഇടയിൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ. അൾട്രാ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എബോവ് 400 kVക്ക് മുകളിൽ വരികയാണെങ്കിൽ അതാണ് അൾട്രാ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നാലാമത്തെ നോക്കുക, ഓൺ ദ ബേസിസ് ഓഫ് ഡിസൈൻ. ബേസിസ് ഓഫ് ഡിസൈൻ പ്രകാരം നമ്മൾ സബ്സ്റ്റേഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത്, ഒന്ന് ഇൻഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ, രണ്ട് ഔട്ട്ഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ. അപ്പോൾ ഇൻഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സബ്സ്റ്റേഷൻ്റെ എല്ലാ അപ്പാരറ്റസുകളും ഒരു സബ്സ്റ്റേഷൻ ബിൽഡിങ്ങിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഇൻഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ നേരെ പുറത്തോ മറ്റ് സ്ഥലങ്ങളിലോ അല്ല സബ്സ്റ്റേഷൻ നമ്മൾ അപ്പാരറ്റസും ഒക്കെ നമ്മളൊരു ബിൽഡിങ്ങിനകത്ത് സബ്സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ അപ്പാരറ്റസും നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഇൻഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ എന്ന് പറയും. ഇത് സാധാരണ 11 kV, 33 kV, 66 kV വരെയുള്ള സബ്സ്റ്റേഷനുകളാണ് നമ്മൾ ഇൻഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ. നോർമലി ചെറിയ സബ്സ്റ്റേഷനുകളാണ് നമ്മൾ ഈ രീതിയിൽ വെക്കാറുള്ളത്. പിന്നെ ഇതിലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ആൾസോ പ്രിവെൻറ്റിങ് കണ്ടാമിനേറ്റിംഗ് വിത്ത് ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്തായതുകൊണ്ട് തന്നെ പൊടിപടലങ്ങളും മറ്റു കാര്യങ്ങളും വന്നിട്ട് ഈ സബ്സ്റ്റേഷൻ്റെ ഭാഗങ്ങളിലൊന്നും അടിഞ്ഞുകൂടാനുള്ള പോസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കുറക്കാൻ പറ്റും. അതാണ് ഇൻഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ. രണ്ടാമതാണ് ഔട്ട്ഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ. അപ്പോൾ ഈ സബ്സ്റ്റേഷൻ്റെ എല്ലാ അപ്പാരറ്റസും ഒരു ബിൽഡിങ്ങിനകത്തല്ലാതെ പുറത്തുനിന്നുള്ള രീതിയിൽ സാധാരണ കാണുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഔട്ട്ഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ്, ഔട്ട്ഡോർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷനുണ്ട്, രണ്ട് ഫൗണ്ടേഷൻ ഓർ പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷനുണ്ട്. അപ്പോൾ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സച്ച് സബ്സ്റ്റേഷൻ ഈസ് ഇൻസ്റ്റാൾഡ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ലൊക്കാലിറ്റീസ്. നമ്മളിത് സാധാരണ പവർ ലൊക്കാലിറ്റിയിലോട്ട് ലോക്കൽ സ്ഥലങ്ങളിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സബ്സ്റ്റേഷനാണ് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സബ്സ്റ്റേഷൻ്റെ ട്രാൻസ്ഫോമർ നമ്മൾ പോളിലാണ് എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്ത് വെക്കുക. പോളിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സബ്സ്റ്റേഷനെ പറയുന്ന പേരാണ് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറയും. അത് 2 പോൾ വരാം, 4 പോൾ വരാം, ഏത് സ്യൂട്ടബിൾ പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കാം. 2 പോളിൽ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമർ വെക്കാം, അല്ലെങ്കിൽ 4 പോളിൽ കൂടിയിട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഉറപ്പുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ട്രാൻസ്ഫോമർ നമുക്ക് വെക്കാം. പക്ഷേ ഈ ട്രാൻസ്ഫോമറിൻ്റെ മാക്സിമം ഇതെന്ന് പറഞ്ഞാൽ 125 kVA വരെയുള്ള ട്രാൻസ്ഫോമറുകളാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇത് നോർമലി പറയാറുള്ളത്. മാക്സിമം അപ് ടു 250 kV വരെ നമുക്ക് ഉപയോഗിക്കാം. നോർമലി 125 kV വരെയുള്ള ട്രാൻസ്ഫോമറുകളാണ് നമ്മളിതിൽ ഉപയോഗിക്കാറുള്ളത്. രണ്ട് ഫൗണ്ടേഷൻ മൗണ്ടഡ് ഓർ പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഔട്ട്ഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ. പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സബ്സ്റ്റേഷൻ്റെ അപ്പാരറ്റസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമറുകൾ എല്ലാം ഒരു പോളിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞു. ഫൗണ്ടേഷൻ മൗണ്ടഡ് ആകുന്ന സമയത്ത് നമ്മുടെ ഈ സാധാരണ ഫൗണ്ടേഷൻ മൗണ്ടഡ് അല്ലെങ്കിൽ പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷൻ ഉപയോഗിക്കാറുള്ളത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി 250 kVA കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ വെയിറ്റ് കൂടുന്ന സമയത്ത് ഇത് നമുക്കൊരു പോളിൽ വെക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി എന്തല്ല, സേഫ് അല്ല, അത് പോസിബിളും അല്ല. അപ്പോൾ അത് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലിന്ത് അല്ലെ ഒരു തറ നമ്മൾ കെട്ടിണ്ടാക്കിയിട്ട് ആ തറൻ്റെ മുകളിൽ നമ്മൾ എന്ത് വെക്കും, ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിനെ പറയുന്ന പേര് അല്ലെങ്കിൽ ഈ സബ്സ്റ്റേഷനെ പറയുന്ന പേരാണ് ഫൗണ്ടേഷൻ മൗണ്ടഡ് ഓർ പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഈ സബ്സ്റ്റേഷൻ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 33 kV ആൻഡ് എബോവ് ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ഓവർ ഇൻഡോർ സബ്സ്റ്റേഷൻ. ഒരു ഔട്ട്ഡോർ സബ്സ്റ്റേഷന് എന്തൊക്കെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആണുള്ളത് ഒരു ഇൻഡോർ സബ്സ്റ്റേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഓൾ ദ എക്യുപ്മെൻറ്റ്സ് ഈസ് വിത്തിൻ ദ വ്യൂ ആൻഡ് ദെയർ ഫോർ ഫോൾട്ട് ലൊക്കേഷൻ ഈസ് ഈസിയർ. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് നമ്മളെ ഒരു ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ആകുന്ന സമയത്ത് അതിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മളെ വിത്തിൻ വ്യൂവിലാണ് കിടക്കുന്നത്. നമ്മളെ ഒരു ചുറ്റുപാടിലുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഒരു ബിൽഡിങ്ങിനകത്താണെങ്കിൽ നമ്മൾ ബിൽഡിങ്ങിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്തെങ്കിലും കേടുപാടുകളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു പുറത്തുള്ള ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ആയതുകൊണ്ട് എല്ലാ എക്യുപ്മെൻറ്റ്സും വിത്തിൻ വ്യൂ ആണ്. അതുകൊണ്ട് ഏത് ഫോൾട്ട് ലൊക്കേഷൻ ഉണ്ടായാലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ ഓഫ് ഇൻസ്റ്റാളേഷൻ ഈസ് ഈസിയർ ആണ്. നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് എക്സ്റ്റൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ ആവുന്ന സമയത്ത് നമുക്ക് പ്രത്യേക പണിയൊന്നുമില്ല. നമുക്ക് വേണ്ട അവിടെ സ്ഥലം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ടൈം റിക്വയർഡ് എറക്ഷൻ ഓഫ് സച്ച് സബ്സ്റ്റേഷൻ ഈസ് ലെസ്സർ കമ്പയറിംഗ് ടു ദ ഇൻഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ. മറ്റേ നമ്മൾ ഒരു ബിൽഡിങ്ങിനകത്ത് എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ച് ചെയ്യുന്ന വർക്കിൻ്റെ സമയത്തേക്കാളും ഒരു ഔട്ട്ഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സമയം കുറവാണ്. പിന്നെ സ്മാളർ എമൗണ്ട് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇസ് റിക്വയർഡ്.
ഔട്ട്ഡോർ മറ്റൊരു ബിൽഡിങ്ങും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് ബിൽഡിംഗ് മെറ്റീരിയൽസൊക്കെ വേണ്ടി വരും. ഇവിടെ അതൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ സ്മാളർ എമൗണ്ട് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് റിക്വയർഡ് മതി. പിന്നെ കൺസ്ട്രക്ഷണൽ വർക്കും റിക്വയർഡ് എന്താണ്, സ്മാളറാണ്. വളരെ കുറഞ്ഞ കൺസ്ട്രക്ഷണൽ വർക്കും മതി. ഇതാണ് പിന്നെ ഒരു ഔട്ട്ഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഡിവൈസ് ഫോർ അഗെയിൻസ്റ്റ് ലൈറ്റിംഗ് മസ്റ്റ് ബി ഇൻസ്റ്റാൾഡ്. നമുക്ക് പിന്നെ പുറത്ത് മറ്റൊരു ബിൽഡിങ്ങിനകത്തായതുകൊണ്ട് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഈ ലൈറ്റിനിങ് ഒക്കെ വരുന്ന സമയത്ത് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. പക്ഷേ പിന്നെ ഇത് നേരിട്ട് നമ്മൾ പുറത്ത് ആയതുകൊണ്ട്, ഔട്ട്ഡോറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിന്നലൊക്കെ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലൈറ്റിനിങ് പ്രൊട്ടക്ഷൻ ഡിവൈസുകളും നിർബന്ധമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ദ ലെങ്ത് ഓഫ് ദ കൺട്രോൾ കേബിൾ റിക്വയർഡ് ഈസ് മോർ. ഇപ്പോൾ പിന്നെ നമ്മൾ ഔട്ട്ഡോറിന് പിന്നെ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ പിന്നെ ഉള്ളിലോട്ട് പിന്നെയും കേബിൾ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം പുറത്താണ് നമ്മൾ ഒരു ബിൽഡിങ്ങൊക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിലും ബിൽഡിങ്ങിന് പുറത്ത് സബ്സ്റ്റേഷൻ വെച്ചാൽ പിന്നെ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് ഇലക്ട്രിസിറ്റി വരണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും നമ്മൾ കേബിൾ വലിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ കൺട്രോൾ കേബിളിൻ്റെ റിക്വയർമെൻറ്റ് കൂടും ഔട്ട്ഡോർ സബ്സ്റ്റേഷനിൽ. അതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പിന്നെ ദ ഇൻഫ്ലുവൻസ് ഓഫ് റാപ്പിഡ് ചേഞ്ച് ഓഫ് ആംബിയൻ ടെമ്പറേച്ചർ ആൻഡ് ഡസ്റ്റ് ആൻഡ് ഓപ്പോസിറ്റ് അപ്പോൾ ഔട്ട്ഡോർ സബ്സ്റ്റേഷന്. അതായത് ഇപ്പോൾ ഇതിങ്ങനെ ഔട്ട്ഡോറായിട്ട് കടന്നുകൊണ്ട് തന്നെ അതിൽ കാലാവസ്ഥക്ക് അനുസരിച്ചുള്ള പിന്നെ ചിലപ്പോൾ മഴക്കാലമായിരിക്കും, ചിലപ്പോൾ വേനൽക്കാലമായിരിക്കും. എന്തായാലും ഇത് നേരിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ സബ്സ്റ്റേഷൻ എഫക്റ്റ് ചെയ്യും. ഒരു ബിൽഡിങ്ങിനകത്താണെങ്കിൽ മഴ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വെയിലോ പൊടിപടലങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നേരിട്ട് ഈ ഒരു സബ്സ്റ്റേഷൻ എഫക്റ്റ് ചെയ്യില്ല. ലാസ്റ്റ് എ ട്രെയിൻഡ് ഓപ്പറേറ്റർ ഈസ് നീഡഡ്. ഇതിലെന്ത് വേണം, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഓപ്പറേറ്റർ നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേജർ കമ്പോണൻറ്റ് ഓഫ് 11 kV ബാർ 400 വോൾട്ട് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷനാണ്. ഇപ്പോൾ നോക്കുക, ഒന്ന് പോൾ സ്റ്റീൽസ് ഓർ PSCC പോൾസ്. നമ്മൾ പറയാം എന്തിനാണ് നമ്മൾ പോൾ സ്റ്റീൽസ് അല്ലെങ്കിൽ PSCC പോൾസ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ട്രാൻസ്ഫോമറിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോൾ സ്റ്റീൽസ് അല്ലെങ്കിൽ PSCC പോൾസ് ഉപയോഗിക്കുന്നത്. എന്താണ് PSCC പോൾസ് എന്നതും പോൾ സ്റ്റീൽസ് എന്നതും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് നടന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ രണ്ടാമത്തെ ട്രാൻസ്ഫോമർ. ഇവിടെ നമ്മൾ ഒരു 11 kV ബാർ 400 വോൾട്ട് എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറാണ് പറയുന്നത്, അതിൻ്റെ കമ്പോണൻ്റാണ് പറയുന്നുള്ളതുകൊണ്ട് തന്നെ അതാണ് നമ്മളോട് ഉപയോഗിച്ചത്. 11 kV 3 ഫേസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം വോൾട്ടേജ് കുറക്കാണ് വേണ്ടത്. ഇന്നലെ 11 kV ആയിരിക്കും, അതിനൊക്കെ നമുക്ക് വോൾട്ടേജ് കുറക്കേണ്ടി വരും. പിന്നെ ട്രാൻസ്ഫോമർ പ്ലാറ്റ്ഫോം. ഇപ്പോൾ ട്രാൻസ്ഫോമർ പോളിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കണം. ആ പ്ലാറ്റ്ഫോമിന് MS ചാനൽ കൊണ്ടാണ് നമ്മൾ ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ട്രാൻസ്ഫോമർ പ്ലാറ്റ്ഫോം. നാലാമത്തെ ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. പിൻ ടൈപ്പ്, ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്റർ എന്ത് ചെയ്യും, ഇതിൽ ഉപയോഗിക്കും. പിന്നെ ക്രോസാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസുലേറ്ററുകൾ, ഗ്യാങ് ബോക്സ്, ഓപ്പറേറ്റിംഗ് സ്വിച്ചുകൾ, ഫ്യൂസുകൾ, ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകൾ, MS ക്രോസാംസ്, ഈ ഒരാവശ്യങ്ങൾക്ക് എന്താണ് ഈ MS ക്രോസാംസ് നിർബന്ധമായിട്ടും ആവശ്യമാണ്. അതാണ് ക്രോസാംസ്. 6 ഫ്യൂസസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് 2 ടൈപ്പുള്ള ഫ്യൂസാണ് സാധാരണ സബ്സ്റ്റേഷനകത്ത് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ഹോൺ ഗ്യാപ്പ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യാറുണ്ട്, 11 kV സൈഡിൽ നമ്മൾ ഓൺ ഗ്യാപ്പ് ഫ്യൂസ് അല്ലെങ്കിൽ പിന്നെ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസോ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഗ്യാങ് ഓപ്പറേറ്റിംഗ് സ്വിച്ച്, ജിയോ സ്വിച്ച്. ഇപ്പോൾ 11 kV ലൈനിന് ഓൺ ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഓഫ് ആക്കാൻ വേണ്ടിയിട്ടും എന്ത് ഉപയോഗിക്കാറുണ്ട്, ഒരു ഗ്യാങ് ഓപ്പറേറ്റിംഗ് സ്വിച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്താണെന്നുള്ള ഗ്യാങ് ഓപ്പറേറ്റിംഗ് സ്വിച്ച് നിങ്ങൾക്ക് അറിയുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിൻ്റെ ഫിഗർ വരുന്നുണ്ട്, ആ സമയത്ത് കാണിക്കാം കേട്ടോ. പിന്നെ സ്റ്റേസ് നമ്മൾ പറയുന്നുണ്ടാവും, ഒരു ലാറ്ററൽ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പോൾസിൽ സ്റ്റേസ് ആൻഡ് ഗേസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് പറഞ്ഞാൽ പിന്നെ നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലോട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, സപ്ലൈ കസ്റ്റമറിലോട്ട് പോകുന്നത്. പിന്നെ ജമ്പേഴ്സ് പറഞ്ഞാൽ നമ്മൾ പിന്നെ ACSR കണ്ടക്ട് യൂസ് ടു കണക്ട് 11 kV ലൈൻസ്. പിന്നെ ചില ഷാർപ്പ് ടേണിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളവിടെ കണക്ഷൻ കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ഷാക്കിളോ അല്ലെങ്കിൽ ഡിസ്ക് ഇൻസുലേറ്ററോ വെച്ചിട്ട് അതേ കണക്ഷൻ അവിടെ കട്ട് ചെയ്യും. പിന്നെ ജമ്പേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഭാഗത്തോട്ട് കണക്ഷൻ ചെയ്യുന്നുണ്ടാവാം. പിന്നെ ആൻറ്റി ക്ലൈമ്പിംഗ് ഡിവൈസുകൾ, അങ്ങോട്ട് നമ്മളെ പിന്നെ സബ്സ്റ്റേഷൻ്റെ പരിധിയിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ക്ലൈമ്പിംഗ് ഡിവൈസുകളും ഉപയോഗിക്കും. പിന്നെ ഫെൻസിങ്ങും എന്ത് ചെയ്യും, ആനിമൽസ്, ചിൽഡ്രൻസൊക്കെ യാർഡിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെൻസിങ്, ചുറ്റുമതിലും നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും 12 കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി പറയാനുള്ളത് VIR കേബിൾ. VIR കേബിൾ എന്ന് പറഞ്ഞാൽ വോൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബറാണ് ഇതിൻ്റെ പേര്, വോൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ. ഇത് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ലൈനിന് ഡിസ്ട്രിബ്യൂഷൻ ബോക്സുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ VIR കേബിൾ ഉപയോഗിക്കാറുള്ളത്. പിന്നെ അതേപോലെ LT ഫ്യൂസസ്.
നമ്മൾ ഹൈ കറണ്ട് റേറ്റിംഗ് ഫ്യൂസ് പ്രൊവൈഡഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഓൺലി. എൽ ടി ഫ്യൂസസ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിനകത്ത് നമ്മൾ എൽ ടി ഫ്യൂസസ് ഉപയോഗിക്കും. പിന്നെ എർത്തിങ് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ പ്രകാരം ഒന്നിലധികം സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, എർത്ത് ചെയ്ത് വെക്കണം. രണ്ടോ അതിലധികം കൂടുതൽ സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റേഷൻ എർത്ത് ചെയ്ത് വെക്കണം. പിന്നെ ഡേഞ്ചർ പ്ലേറ്റ് പറഞ്ഞാൽ പബ്ലിക്കിന് കോഷൻസ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഡേഞ്ചർ പ്ലേറ്റ് ഉപയോഗിക്കണം. ഐസൊലേറ്ററുകൾ 11 kV ലൈൻ നമുക്ക് ചില സമയങ്ങൾ ഐസൊലേറ്റ് ചെയ്യേണ്ടി വരും, അതിന് ഐസൊലേറ്റേഴ്സ് ഉപയോഗിക്കും. പിന്നെ ലൈറ്റിനിങ് അറസ്റ്റേഴ്സ് 11 kV ലൈനിൽ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈറ്റിനിങ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ലൈറ്റിനിങ് അറസ്റ്റേഴ്സ് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ മേജർ കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. 11 kV ബാർ 400 volt പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ്റെ കാര്യങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഏറ്റവും മേലെ ഇതാണ്. ഇത് ഒരു പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ, 2 പോളുണ്ട്. ഈ പോളിലാണ് നമ്മൾ എന്ത് വെച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു പിന്നെ ചാനൽ വെച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആ ലൈൻ വരുന്നത് 6YB എന്നുള്ള 3 ലൈൻ വന്നു. നേരെ വന്നിട്ട് ഇവിടെ ഒരു ഡിസ്ക് ഇൻസുലേറ്റർ നമ്മൾ പ്രൊവൈഡ് കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക് ഇൻസുലേറ്ററിൽ വന്നു. ഇപ്പുറത്ത് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് 3 ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ക്രോസാമിൽ വെച്ചിട്ടുള്ള ഡിസ്ക് ഇൻസുലേറ്റർ കണക്ഷൻ വന്നു. നേരെ ജമ്പർ മുഖേന എന്ത് ചെയ്യും, നേരെ താഴത്തോട്ട് കണക്ഷൻ ചാടി. പിന്നെ അത് വന്ന് ഗ്യാങ് ഓപ്പറേറ്റിംഗ് സ്വിച്ചിൽ വന്നു. ഈ ഗ്യാങ് ഓപ്പറേറ്റിംഗ് സ്വിച്ച് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ നേരെ കറണ്ട് നേരെ താഴോട്ട് വരും. അത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്ത് ചെയ്യുക, താഴേക്ക് വരില്ല. അപ്പോൾ 11 kV സൈഡിൽ നിന്ന് ട്രാൻസ്ഫോമറിലോട്ട് എന്ത് ചെയ്യുക, കണക്ഷൻ വരില്ല. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഗ്യാങ് ഓപ്പറേറ്റിംഗ് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹാൻഡിൽ, ഈ സ്വിച്ചിൻ്റെ ഹാൻഡിലാണ് എന്ത് ചെയ്തത്, നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഹാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയമനുസരിച്ച് അതിലുള്ള കോൺടാക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, തമ്മിൽ സ്വിച്ച് ചെയ്യും. പിന്നെ അതിൻ്റെ ശേഷം താഴെ ഇവിടെ കാണാൻ പറ്റും, ഇതാണ് HG ഫ്യൂസ്, ഹോൺ ഗ്യാപ്പ് ഫ്യൂസ്. അതിൻ്റെ ശേഷം ഇവിടെ ഒരു ട്രാൻസ്ഫോമർ നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ സബ്സ്റ്റേഷൻ്റെ ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ ബെൽറ്റിംഗ് ഉണ്ട്, ഇവിടെ പ്ലാറ്റ്ഫോം ഉണ്ട്, 2 പോൾസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ സബ്സ്റ്റേഷൻ്റെ മേജർ കമ്പോണൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ.